നിശബ്ദ പ്രചാരണ ദിവസം പള്ളികൾ കേന്ദ്രീകരിച്ച് വോട്ടുറപ്പിക്കുകയാണ് MK രാഘവൻ MP. കോഴിക്കോട് കോർപ്പറേഷന്റെ 4 പതിറ്റാണ്ട് കാലത്തെ ഇടത് ഭരണം ഇത്തവണ UDF അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മുൻ തിരഞ്ഞെടുപ്പുകളില്ലാത്ത വിധം ശക്തമായ പോരാട്ടമാണ് കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് MK രാഘവൻ MP ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹം ഇപ്പോൾ ഞായറാഴ്ച ദിവസം നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളിൽ പള്ളികളിൽ ഉൾപ്പെടെ സന്ദർശിച്ച് അവസാന വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ്. ധാരാളം തിരഞ്ഞെടുപ്പുകൾ നേരിട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇത്തവണ എനിക്ക് തോന്നുന്നത് പഴയതുപോലെ കൊട്ടിഘോഷിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനമല്ല. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പരിമിതിയുണ്ട്, അതിൻ്റെ പ്രോട്ടോക്കോൾ പാലിക്കേണ്ട ചുമതലയുണ്ട്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ജനങ്ങളേറെക്കുറെ തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. വളരെ കൃത്യമായ തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യാത്രയിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം അതാണ്. ഈ കോഴിക്കോട് ജില്ല പൊതുവെ ഇടതുമുന്നണിയുടെ ശക്തമായ സ്ഥലം എന്ന രീതിയിലാണ് കണക്കുകൾ അല്ലെങ്കിൽ അവലോകനം ഒക്കെ വരുന്നത്. ഇത്തവണ UDFൻ്റെ സാധ്യത എന്തായിരിക്കും ലാസ്റ്റ് മണിക്കൂറുകളിലൊരു അവലോകനത്തിൽ? ഇത് CPMൻ്റെ ശക്തി കേന്ദ്രമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ജനങ്ങൾക്കും നാടിനും വേണ്ടി അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. CPM അണികൾ പോലും മടുത്തിരിക്കുന്നു. കാലാകാലങ്ങളിൽ അവരെ ജയിപ്പിച്ചയക്കുക മാത്രമല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന ഒരു തോന്നൽ അവർക്കുണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചരിത്ര വിജയം UDF നേടാൻ വേണ്ടി പോവുകയാണ്. കോർപ്പറേഷനായാലും ജില്ലാ പഞ്ചായത്തിലായാലും ഗ്രാമപഞ്ചായത്തിലായാലും ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടെ ആയാലും ശക്തമായ മത്സരം നടക്കുന്നു. അതിൻ്റെ അവസാനവട്ട മണിക്കൂറുകളിൽ നിശബ്ദ പ്രചാരണത്തിൻ്റെ അവസാനവട്ട മണിക്കൂറിൽ വോട്ടുറപ്പിക്കുകയാണ് നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും. അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.